പ്ലസ് 1 മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എക്സാമിന് മുമ്പ് നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങളാണ് ഇത്. ആദ്യം തന്നെ നമുക്ക് നൊട്ടേഷൻസ് ആണ്. ഇപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ n വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് W, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് Z, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് Q, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് R. ഇപ്പോൾ ഒരു സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുന്നത് 2n ആയിരിക്കും. ബി സി പോലത്തെ ഒരു സിമ്പിളാണ് നമ്മൾ സബ്സെറ്റിന് കൊടുക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ ബി സബ്സെറ്റ് ഓഫ് എ എന്നാണ് എൻ്റെ അർത്ഥം. ഇനി പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെറ്റ് എയിൽ നമുക്ക് എത്ര സബ്സെറ്റ് എഴുതാൻ പറ്റുന്നുണ്ടോ ആ എല്ലാ സബ്സെറ്റിൻ്റെയും കൂടി കളക്ഷനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് വിളിക്കുന്നത്. പി ഓഫ് എ. പവർ സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2n ആയിരിക്കും. ആ n എന്ന് പറയുന്നത് എയിലുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണത്തിനെയാണ് പറയുന്നത്. ഇനി ബി സബ്സെറ്റ് ഓഫ് എ ആൻഡ് ബി നോട്ട് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ. പ്രോപ്പർ സബ്സെറ്റ് എഴുതണം എങ്ങനെയാണെന്ന് വെച്ചാൽ ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആയിരിക്കും, പക്ഷേ ബി ഒരിക്കലും എയിനോട് ഈക്വൽ ആയിരിക്കില്ല. ഇനി ക്ലോസ്ഡ് ബ്രാക്കറ്റും ഉണ്ട്, ഓപ്പൺ ബ്രാക്കറ്റും ഉണ്ട്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി, അതായത് രണ്ടിലുള്ള എല്ലാ എലമെൻസും കൂടെ ഒരുമിച്ച് എഴുതുന്നത്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ ആ എലമെൻറ്റ്സ് ഉണ്ടാവും, പക്ഷേ ബിയിൽ എലമെൻറ്റ്സ് ഉണ്ടാവില്ല. അതായത് എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻറ്റ്സ് കളഞ്ഞിട്ട് എഴുതുന്നതിനാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. എ ഡാഷ് അല്ലെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ എയിൽ ഇല്ലാത്ത എലമെൻറ്റ്സ്, അതായത് ആ ഒരു യൂണിയൻ നമ്മൾ ആ ഫുൾ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുണ്ടാവും, പക്ഷേ എയിലില്ല. അങ്ങനെയുള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ എ ഡാഷ് എന്ന് പറയുന്നത്. ഇനി ക്ലോസ്ഡ് ബ്രാക്കറ്റിൽ എ ബി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എയും ബിയും ഇൻക്ലൂഡഡ് ആണ്. ഓപ്പൺ ബ്രാക്കറ്റിലാണെന്നുണ്ടെങ്കിൽ എയും ബിയും ഇൻക്ലൂഡഡ് അല്ല. ക്ലോസ് എ കോമ ബി ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ എ ഇൻക്ലൂഡഡ് ആണ്, ബി ഇൻക്ലൂഡഡ് അല്ല. ഓപ്പൺ ബ്രാക്കറ്റ് എ കോമ ബി ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ എ ഇൻക്ലൂഡഡ് അല്ല, ബി ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്തത് കുറച്ച് പ്രോപ്പർട്ടീസാണ്. ഒരു 8 പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാനുണ്ട്. ആദ്യത്തേത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അതായത് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാലും ബി യൂണിയൻ ബി എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ പ്ലേസ് മാറിക്കഴിഞ്ഞാലും അതിന് വ്യത്യാസമൊന്നും വരുന്നില്ല, രണ്ടും ഈക്വൽ ആണ്. അതായത് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാലും എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാലും എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പുറത്ത് യൂണിയൻ ആണെങ്കിൽ അകത്ത് ഇൻ്റർസെക്ഷൻ ആയിരിക്കും, പുറത്ത് ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ അകത്ത് യൂണിയൻ ആയിരിക്കും, അങ്ങനെ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി എ യൂണിയൻ ഫൈ, അതായത് ഫൈ എന്ന് പറഞ്ഞാൽ നൾ സെറ്റ്. എ യൂണിയൻ നൾ സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? എ ആയിരിക്കും. എ ഇൻ്റർസെക്ഷൻ യു എന്ന് പറഞ്ഞാൽ എ ആണ്, അതാണ് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി. എന്ത് ചെയ്താലും നമുക്ക് എ തന്നെയാണ് കിട്ടുന്നത്. കോംപ്ലിമെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ എ ഡാഷ് ഈക്വൽ ടു യൂണിയൻ ആണ്. അതേപോലെ എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ആണ്. ഐഡംപൊട്ടൻ്റ് പ്രോപ്പർട്ടി എ യൂണിയൻ എ ചെയ്താലും എ ഇൻ്റർസെക്ഷൻ എ ചെയ്താലും നമുക്ക് എ തന്നെയാണ് കിട്ടുന്നത്. ഇൻവല്യൂഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ ഡാഷിൻ്റെ ഡാഷ് എടുത്തു കഴിഞ്ഞാൽ, അതായത് എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എ തന്നെ കിട്ടും. ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ്. അതായത് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ രണ്ടിനും ഡാഷ് കോംപ്ലിമെൻറ്റ് വരും, അതേപോലെ ആ ഉള്ളിലുള്ള സൈനും മാറും. പിന്നെ എൻ ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ആണ്. ഇതാണ് ഇതിനകത്ത് നോക്കി വെക്കാനുള്ള. ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് കിട്ടും.